ഹായ്, ഞാൻ ആസിഫ് മോബി. നമ്മൾ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണിത്. ഈ കുരങ്ങുകൾ റോഡ് സൈഡിൽ വന്നിരിക്കുന്നതും ഇത് പണ്ടില്ല ഇതിൻ്റെ കുട്ടി കൊണ്ട് കൂടെ ഇതിൻ്റെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഇത് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് അട്ടപ്പാടിയിലാണ് കേട്ടോ. അട്ടപ്പാടിയിൽ ഈ ചുരത്തിലാണ്. ഇവിടെ ഇത് നിൽക്കാൻ കാരണം ഇതെല്ലാം ഒരുപാടെണ്ണം ഉണ്ട്. നിൽക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടിയിൽ ഐസ് കച്ചവടം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചൂടാകുമ്പോൾ നമ്മൾ ഐസൊക്കെ വാങ്ങിയിട്ട് കഴിക്കുമല്ലോ. അങ്ങനെ എനിക്കറിയായിരുന്നു ഇത് ഐസ് കണ്ടാൽ ഇത് ചാടി വരുന്നുള്ളത്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ ആയിരുന്നു മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഓടി വന്ന് അതിന് തൊട്ട് മുന്നേ ഒരു ഐസ് ഒരാളിൽ നിന്ന് തട്ടിപ്പറിച്ചാണ് കണ്ടിട്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് ആകാൻ നോക്കുമായിരുന്നു. പക്ഷേ അതെൻ്റെ കണ്ടിട്ട് അതെൻ്റെ കൂടെ ഓടി വന്ന് അപ്പോൾ എന്തായാലും അത് ഓടി എൻ്റെ കൈമ ചാടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് അതിൻ്റെ മാന്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടിരുന്ന പെട്ടെന്നുള്ള റിയാക്ഷൻ ഞാൻ താഴെയിട്ട് അതെന്നിട്ട് എടുത്ത് കഴിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ കണ്ടില്ലേ ഒരു ഐസ് കൂടെ ഓൾറെഡി അതിൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശിക്ഷാർഹമാണെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ശിക്ഷാർഹമാണെന്ന് പറയാൻ കാരണം ആളുകൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് ദോഷമാവുന്നത് കൊണ്ടാണോ അതല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് അവർ മറ്റുള്ളവർ കൂടി അക്രമകാരികളാവുന്നത് കൊണ്ടാണോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പലരും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കുന്നതും കിട്ടുന്നതും കൊണ്ടായിരിക്കും ഇങ്ങനെ റോഡ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പം കാട്ടിലൊക്കെ മതിയായ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടായിരിക്കാം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പൂച്ചയ്ക്കും നായ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെയല്ലേ ഇതിനും അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ കൊണ്ടുള്ള ദോഷം എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ശിക്ഷാർഹമാണെന്ന് എഴുതി വെക്കാൻ കാരണം. അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.